കേരളത്തിന് സ്വന്തമായി ഒരു ചരക്ക് കപ്പൽ. അതായിരുന്നു MV കൈരളി. നോർവേയിലെ ഹോർട്ടലിലുള്ള മാരിനൻസ് ഹോവെഡ്വേർഫ്റ്റ് എന്ന കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഓസ്കാർ സോർഡ് എന്നായിരുന്നു ഈ കപ്പലിൻ്റെ പേര്. 1976 5.81 കോടി രൂപയ്ക്ക് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഈ കപ്പലിനെ സ്വന്തമാക്കുമ്പോൾ അത് മലയാളിയുടെ സമുദ്രയാത്ര ചരിത്രത്തിലെ സുവർണ അധ്യായമായിരുന്നു. എന്നാൽ ആ അഭിമാനം അധികകാലം നീണ്ടുനിന്നില്ല. 1979 ജൂൺ മാസത്തിലെ ആ കറുത്ത ദിനങ്ങളിൽ 51 ജീവനക്കാരോടൊപ്പം അറബിക്കടലിൻ്റെ അഗാധതയിലേക്ക് ഈ ഭീമൻ കപ്പൽ എവിടെയോ മാഞ്ഞുപോയി. കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ആ കപ്പലിന് എന്ത് സംഭവിച്ചുവെന്നത് ലോകത്തിനു മുന്നിൽ ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അവശേഷിക്കുന്നു. കേരളത്തിൻ്റെ സ്വന്തം ടൈറ്റാനിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന MV കൈരളിയുടെ നിഗൂഢമായ കഥയാണിത്. ജൂൺ 30 ഗോവയിലെ മർഗാവ് തുറമുഖം ഒരു ചരിത്രയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇരുമ്പയിര് കയറ്റിയ കൂറ്റൻ ചരക്കുകൾക്ക് നടുവിൽ നിന്ന് MV കൈരളി തൻ്റെ എഞ്ചിൻ ചലിപ്പിച്ചു തുടങ്ങി. ലക്ഷ്യം കിലോമീറ്ററുകൾ അകലെയുള്ള ഈസ്റ്റ് ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖം. ഏകദേശം 20,538 ടൺ ഇരുമ്പയിരായിരുന്നു കപ്പലിലെ ഭാരം. അറബിക്കടലിൻ്റെ തിരമാലകളെ കീറിമുറിച്ച് നീങ്ങുമ്പോൾ ആഫ്രിക്കൻ തീരത്തെ ജിബൂട്ടിയിൽ നിന്ന് ഇന്ധനം നിറച്ച് യാത്ര തുടരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. 51 മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി ശാന്തമായി തുടങ്ങിയ ആ യാത്ര പക്ഷേ ഒരു മഹാദുരന്തത്തിലേക്കുള്ള തുടക്കമായിരുന്നു എന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. മർഗാവിയുടെ തീരങ്ങളിൽ നിന്ന് കൈരളി അകന്നു പോകുമ്പോൾ അത് ആ കപ്പലിൻ്റെ മാത്രമല്ല, അതിലെ ജീവനക്കാരുടെയും അവസാനത്തെ മടക്കയാത്രയായിരുന്നു. കടൽ ശാന്തമായിരുന്നു. യാത്രയുടെ ആദ്യ 3 ദിനങ്ങളിലും കപ്പലിൽ നിന്നും സാധാരണ നിലയിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ജൂലൈ 3 രാത്രി കൃത്യം 8 മണി ബോംബെ റേഡിയോ സ്റ്റേഷന്റെ റിസീവറുകളിൽ കൈരളിയിൽ നിന്നുള്ള ആ അവസാന സന്ദേശം പതിഞ്ഞു. കാലാവസ്ഥ അനുകൂലമാണ്, ഞങ്ങൾ 350 മൈലുകൾ പിന്നിട്ടിരിക്കുന്നു. ആ വാക്കുകൾക്ക് ശേഷം കൈരളി നിശബ്ദമായി. പിന്നീട് ആ റേഡിയോ തരംഗങ്ങളിൽ കൈരളിയുടെ ശബ്ദം ആരും കേട്ടിട്ടില്ല. ജൂലൈ 8 ആഫ്രിക്കൻ തീരത്തെ ജിബൂട്ടിയിൽ കപ്പൽ നങ്കൂരമിടേണ്ടതായിരുന്നു. എന്നാൽ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിട്ടും കൈരളി അവിടെ എത്തിയില്ല. ഒടുവിൽ ജൂലൈ 11 കപ്പൽ കാണാനില്ലെന്ന ഭയപ്പെടുത്തുന്ന വിവരം ജിബൂട്ടിയിലെ ഏജന്റ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷനെ അറിയിക്കുന്നു. അപ്പോഴേക്കും കപ്പൽ അപ്രത്യക്ഷമായിട്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ലോകമുണരുമ്പോഴേക്കും 51 ജീവനക്കാരോടൊപ്പം ആ ഭീമൻ കപ്പൽ എവിടെയോ മാഞ്ഞുപോയിരുന്നു. എന്തുകൊണ്ടാണ് 8 ദിവസത്തോളം ഈ തിരോധാനം അധികൃതർ തിരിച്ചറിയാതെ പോയത് എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. കപ്പലിൻ്റെ അമരത്തുണ്ടായിരുന്നത് അനുഭവസമ്പന്നനായ കോട്ടയം സ്വദേശി ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് ആയിരുന്നു. ചീഫ് എഞ്ചിനീയർ എറണാകുളം സ്വദേശി AB മത്തായി, റേഡിയോ ഓഫീസർ ബേബി സെബാസ്റ്റ്യൻ. അങ്ങനെ 51 പേർ കപ്പലിലുണ്ടായിരുന്നു. ഇതിൽ 23 പേരും മലയാളികളായിരുന്നു. ഒരു സ്ത്രീയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ 51 പേരും ഇന്നും ആഴക്കടലിലെ ഒരു നിഗൂഢതയായി തുടരുന്നു. MV കൈരളിക്ക് എന്ത് സംഭവിച്ചു? ആഴക്കടലിൻ്റെ മൗനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യം തേടിപ്പോകുമ്പോൾ പ്രധാനമായും 5 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നാമത്തേത്, കപ്പലിലെ ചരക്കിന് സംഭവിക്കാവുന്ന ലിക്വിഫിക്കേഷൻ എന്ന പ്രതിഭാസമാണ്. കപ്പലിലുണ്ടായിരുന്ന പൊടി രൂപത്തിലുള്ള ഇരുമ്പയിരിൽ മഴവെള്ളമോ കടൽ വെള്ളമോ കലർന്നാൽ അതൊരു ദ്രാവകമായി മാറും. കപ്പൽ ഉലയുമ്പോൾ ഈ ദ്രാവകം ഒരു വശത്തേക്ക് ചരിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ കപ്പൽ തലകീഴായി മറിയാം. ഒരു അപായ സന്ദേശം പോലും അയക്കാൻ സമയം നൽകാത്ത അത്ര വേഗതയിലായിരിക്കും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുക. രണ്ടാമതായി ഉയർന്നു കേൾക്കുന്നത് അമിതഭാരത്തിൻ്റെ പ്രശ്നമാണ്. 19,000 ടൺ മാത്രം ശേഷിയുള്ള കൈരളിയിൽ 20,500 ടണ്ണിലധികം ഇരുമ്പയിര് കയറ്റിയിരുന്നു.
ഈ അധികഭാരം കപ്പലിൻ്റെ സുരക്ഷയെയും സന്തുലിതാവസ്ഥയെയും കാര്യമായി ബാധിച്ചിരിക്കാം. മറ്റൊരു പ്രധാന ആരോപണം തകരാറിലായ റഡാറിനെ കുറിച്ചാണ്. റഡാർ സംവിധാനം പ്രവർത്തനരഹിതമായിരുന്നു എന്നും അത് നന്നാക്കാതെയാണ് കപ്പൽ യാത്ര തിരിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. കടലിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് ഒരു വലിയ വീഴ്ചയായിരിക്കാം. കൂടാതെ ജൂലൈ മാസത്തിലെ അറബിക്കടലിലെ മോശം കാലാവസ്ഥയും കനത്ത തിരമാലകളും ഒരു സാധ്യതയായി നിൽക്കുന്നു. ഇതിനൊക്കെയുപരി ആഫ്രിക്കൻ തീരങ്ങളിലെ കടൽ കൊള്ളക്കാരുടെ ആക്രമണവും തള്ളിക്കളയാനാവില്ല. കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെടാനോ ജീവനക്കാർ അപകടത്തിലാകാനോ ഉള്ള സാധ്യതകളും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. ഇതിൽ ഏതാണ് കൈരളിയുടെ അന്ത്യം കുറിച്ചത്? അതോ ഇതിനെല്ലാം അപ്പുറം മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ആ കടലിനടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ്. എന്നാൽ സാധാരണയായി ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ കടലിൽ കാണാറുള്ള എണ്ണപ്പാളികളോ ലൈഫ് ജാക്കറ്റുകളോ ജീവനക്കാരുടെ മൃതദേഹങ്ങളോ പോലും കൈരളിയുടെ കാര്യത്തിൽ കണ്ടെത്താനായില്ല. ഒരു അടയാളം പോലും ബാക്കി വയ്ക്കാതെ 51 മനുഷ്യർക്കൊപ്പം ആ ഭീമൻ കപ്പൽ അറബിക്കടലിൽ അപ്രത്യക്ഷമായി. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കൈരളിക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കടലിലേക്ക് പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പല കുടുംബങ്ങളും ഇന്നും കാത്തിരിപ്പ് തുടരുന്നു.